കഴിഞ്ഞ സെഷനിൽ ലോജിസ്റ്റിക് റിഗ്രഷൻ, SVM, KNN ഈ 3 അൽഗോരിതം എങ്ങനെയാണ് ഐറിസ് ഡാറ്റാ സെറ്റിൽ ഉപയോഗിക്കുക, അല്ലെങ്കിൽ ഈ അൽഗോരിതംസ് ഉപയോഗിച്ച് എങ്ങനെയാണ് ഒരു പ്രഡിക്ഷൻ നടത്തുക എന്നുള്ളത് കഴിഞ്ഞ സെഷനിൽ ഡിസ്കസ് ചെയ്തതാണ്. തീർച്ചയായിട്ടും നമുക്കൊരു ചോദ്യം ഉണ്ടാവും, ഇനിയും ഒരുപാട് അൽഗോരിതംസ് ഉണ്ടല്ലോ, ഡിസിഷൻ ട്രീസ് ഉണ്ട്, റാൻഡം ഫോറസ്റ്റ് ഉണ്ട്, ഇതെല്ലാം ഉപയോഗിച്ച് നമുക്ക് പ്രഡിക്ഷൻ നടത്തിക്കൂട്ടെ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. തീർച്ചയായിട്ടും ഇന്ന് നമ്മൾ അഡ്രസ് ചെയ്യാൻ പോകുന്നത് ഐറിസ് ഡാറ്റാ പ്രഡിക്ഷൻ യൂസിങ് ഡിസിഷൻ ട്രീ അൽഗോരിതം ആണ്. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. പ്രോഗ്രാമിംഗ് തുടങ്ങുന്നതിന് മുമ്പായിട്ട് നമുക്ക് വേണ്ടപ്പെട്ട ലൈബ്രറീസ് നമ്മൾ ഇമ്പോർട്ട് ചെയ്യാണ്. പാണ്ട ഉണ്ട്, numpy ഉണ്ട്, matplotlib ഉണ്ട്, പിന്നെ ഡാറ്റ വിഷ്വലൈസേഷന് വേണ്ടി സീബോൺ ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ ഡയറക്ടറി സെറ്റ് ചെയ്യുന്നു. മൂന്നാമത്തേൽ ഡാറ്റ റീഡ് ചെയ്യുന്നു. ഇതിനു മുന്നേ ചെയ്ത ട്യൂട്ടോറിയൽസിലെല്ലാം ഇൻബിൽഡ് ഡാറ്റ നമ്മൾ എടുക്കുകയാണ് ചെയ്തത്. ഇവിടെ പുതിയൊരു ഡാറ്റ കോൾ ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത്. ജസ്റ്റ് എങ്ങനെയാണ് കോൾ ചെയ്യുക, എങ്ങനെയാണ് ഡാറ്റയെ മനസ്സിലാക്കുന്നത് എന്ന് കാണിക്കാൻ വേണ്ടി മാത്രമാണ്. എന്താണോ മുന്നേ ഉപയോഗിച്ച ഡാറ്റ അതേ ഡാറ്റ തന്നെയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അത് ഒരു CSV ഫയലായിട്ട് നമ്മുടെ സിസ്റ്റത്തിൽ സേവ് ചെയ്തിട്ടുള്ള ഒരു ഫയലിനെ വിളിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. പാണ്ടാസ് ആയതുകൊണ്ട് തന്നെ ഡാറ്റയെ മനസ്സിലാക്കാൻ വളരെ എളുപ്പമാണ്. നമുക്കറിയാം, നമുക്ക് 4 ഫീച്ചേഴ്സ് ഉണ്ട്. ആൻഡ് ഇവിടെ ടാർഗറ്റ് എന്ന് പറയുന്നത് സ്പീഷീസ് ആണ്. തീർച്ചയായിട്ടും കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് നിങ്ങൾക്ക് പോവാം. ഇതെല്ലാം പാണ്ടാസിൻ്റെ സ്പെസിഫിക്കേഷൻസ് ആണ്. പാണ്ടാസിനെ കുറിച്ച് സെപ്പറേറ്റ് വീഡിയോ ചെയ്തതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഓരോ സ്റ്റെപ്പിലേക്ക് നമ്മൾ പോകുന്നില്ല. ഇന്നത്തെ ട്യൂട്ടോറിയൽ ജസ്റ്റ് പറഞ്ഞു പോകുന്നതേ ഉള്ളൂ. കാരണം പാണ്ടാസ് ആയിക്കോട്ടെ, സീബോൺ ആയിക്കോട്ടെ, നമ്മൾ ഉപയോഗിച്ച കാര്യങ്ങളെല്ലാം ഇതിനു മുമ്പ് പറഞ്ഞതുകൊണ്ട് തന്നെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് നമ്മൾ പോകുന്നില്ല. ജസ്റ്റ് ആ കോൺസെപ്റ്റ് മാത്രമേ പറയുന്നുള്ളൂ. ഇങ്ങനെയാണ് ഡാറ്റയുടെ ഒരു സ്ട്രക്ചർ എന്നുള്ളത് നിങ്ങൾക്ക് പാണ്ടാസ് വെച്ച് മനസ്സിലാക്കാം. അതിനെ വിഷ്വലൈസ് ചെയ്ത് കാണണമെങ്കിൽ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് സീബോൺ ആണ്. സീബോൺ ഉപയോഗിച്ചിട്ട് 2 ഫീച്ചേഴ്സാണ് നമ്മൾ പ്ലോട്ട് ചെയ്തിരിക്കുന്നത്, സെപ്പൽ വിഡ്ത്തും അതുപോലെ തന്നെ സെപ്പൽ ലെങ്ത്തും. നിങ്ങൾക്ക് ഏത് കോമ്പിനേഷൻ വേണമെങ്കിലും ട്രൈ ചെയ്യാം. അടുത്തത് ഞാൻ കാണിക്കാൻ പോകുന്നത് ഒരു പെയർ പ്ലോട്ട് ആണ്. അതിലെല്ലാ കോമ്പിനേഷൻസും വരും. ഈ രീതിയിൽ ഡാറ്റ പ്ലോട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇതിനെ കുറിച്ച് എങ്ങനെയാണ് ഡാറ്റ കിടക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് ഒരു ഐഡിയ കിട്ടും. ഉദാഹരണത്തിന് ഇവിടെ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും, ഈ ബ്ലൂ പോയിന്റ്സ് എന്ന് പറയുന്നത് സെറ്റോസയാണ്. ഇത് കൃത്യമായിട്ട് മറ്റ് 2 ഡാറ്റ സെറ്റിൽ നിന്നും വിട്ടു നിൽക്കുന്നതായിട്ട് കാണാം. അടുത്തതാണ് പെയർ പ്ലോട്ട്. പെയർ പ്ലോട്ട് എല്ലാ കോമ്പിനേഷൻസും ചെക്ക് ചെയ്യും. ഈ ഒരു കോമ്പിനേഷൻസിലൊക്കെ ഉടനീളം നിങ്ങൾക്ക് കാണാം സെറ്റോസ വളരെ കൃത്യമായിട്ട് തന്നെ മാറി നിൽക്കുന്നുണ്ട്. ചില ഗ്രാഫുകൾ, ഉദാഹരണത്തിൽ ഇവിടെ ഈ ഫസ്റ്റ് പ്ലോട്ടിൽ നിങ്ങൾക്ക് കാണാം, ഇവിടെ ഏതാണ്ട് ഡിസ്ട്രിബ്യൂഷൻ എല്ലാം സെപ്പറേറ്റ് ആയിട്ട് കിടക്കുന്നുണ്ട്. ഈ ഗ്രീനും ഓറഞ്ചും തമ്മിൽ ചെറിയൊരു മെർജേ ഉള്ളൂ. സിമിലർലി ഈ ഒരു രണ്ടാമത്തെ പ്ലോട്ടും അങ്ങനെ തന്നെ. ഡാറ്റ എങ്ങനെയാണ് ഇരിക്കുന്നത്, ഓരോ ഫീച്ചറിനനുസരിച്ചിട്ട് നമ്മുടെ സ്പീഷീസ് അല്ലെങ്കിൽ നമ്മുടെ ടാർഗറ്റ് എങ്ങനെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തത് എന്നുള്ളതാണ് ഈ ഒരു ഗ്രാഫ് നമുക്ക് പറഞ്ഞു തരുന്നത്. സീബോൺ വളരെ ഹെൽപ്ഫുൾ ആണ് അതിന്. അടുത്ത സ്റ്റെപ്പ് നമുക്ക് ക്ലാസിഫിക്കേഷൻ മോഡൽ ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ സൈക്കിറ്റ് ലേൺ ഉപയോഗിച്ചിട്ട് ട്രീ ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കറിയാം, ഡിസിഷൻ ട്രീ എന്ന് പറയുന്നത് ഒരു ട്രീ സ്ട്രക്ചർ ആണ്. സോ അതിനെ വിഷ്വലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ട്രീ ഇമ്പോർട്ട് ചെയ്യുന്നത്. അതിൻ്റെ ഒന്ന് ക്വാളിറ്റി മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ ഗ്രാഫിക്സ്. കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് പറയാം. പിന്നെ എങ്ങനെയാണോ മറ്റ് അൽഗോരിതംസ് ഒക്കെ ഇമ്പോർട്ട് ചെയ്തത് അതുപോലെ നമുക്ക് ഡിസിഷൻ ട്രീ ക്ലാസിഫയർ ഇമ്പോർട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. ബാക്കി കാര്യങ്ങളെല്ലാം ഇതിനു മുന്നേ പറഞ്ഞതാണ്, ഫെമിലിയർ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അടുത്ത സ്റ്റെപ്പും ഫെമിലിയർ ആണ്. നമ്മൾ X-Yനെ സെപ്പറേറ്റ് ചെയ്യുന്നു, പിന്നെ ട്രെയിൻ ടെസ്റ്റ് സ്പ്ലിറ്റ് നടത്തുന്നു. മുന്നത്തിൽ നിന്നും വ്യത്യസ്തമായിട്ട് നമ്മൾ ആകെ ചെയ്യുന്നത് ഇവിടുത്തെ അൽഗോരിതം മാറ്റിയിട്ടാണ് വിളിക്കുന്നത്. ഡിസിഷൻ ട്രീ ക്ലാസിഫയർ ആണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ക്രൈറ്റീരിയൻ നമ്മൾ ജീനി ഇൻഡെക്സ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ജീനി ഇൻഡെക്സ് എന്താണെന്നൊക്കെ തിയറി പറഞ്ഞപ്പം കൃത്യമായിട്ട് പറഞ്ഞതാണ്. സോ അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല. പിന്നീട് ഡാറ്റയെ ഫിറ്റ് ചെയ്യുന്നു. അപ്പോൾ ഈ ഡാറ്റ വിഷ്വലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ട്രീ ഡോട്ട് പ്ലോട്ട് ട്രീ ഉപയോഗിച്ചിരിക്കുന്നത്. ഈ രീതിയിൽ പ്ലോട്ട് ചെയ്താൽ നിങ്ങൾക്ക് കൃത്യമായിട്ടൊന്നും മനസ്സിലായിക്കൊള്ളുന്നില്ല. ഇവിടെ ട്രീ ഒക്കെ വന്നിട്ടുണ്ട്, പക്ഷേ ഇതിൻ്റെ ഡീറ്റെയിൽസ് മനസ്സിലാക്കി എടുക്കുക എന്ന് പറയുന്നത് അത്ര ഈസി അല്ല. സോ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിനെ ഗ്രാഫിക്സ് ഫോർമാറ്റിലേക്ക് എക്സ്പോർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അത് നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇൻസ്റ്റാൾ ചെയ്യേണ്ട സെറ്റപ്പും അതുപോലെ തന്നെ എങ്ങനെയാണ് അത് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുന്നതെന്നൊക്കെ ഉള്ളതിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു പാത്ത് സെറ്റ് ചെയ്യണം, ഇല്ലെങ്കിൽ എറർ കിട്ടും. സോ ഈ ഒരു എൻവിറോൺമെൻറ്റ് പാത്ത് നമ്മൾ സെറ്റ് ചെയ്യണം. പിന്നീട് ഈ ഒരു ഗ്രാഫ് നമ്മൾ പ്ലോട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ ഗ്രാഫ് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം, നേരത്തേക്കാട്ടും വൃത്തിക്കുള്ള ഒരു ഗ്രാഫാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. നിങ്ങൾ ഡാറ്റയൊന്ന് നോക്കുക. ആദ്യത്തെ ജീനി ഇൻഡെക്സ് എന്ന് പറയുന്നത് 0.661 ആണ്. 105 സാമ്പിൾസിൽ 25 ക്ലാസ് 1 ആണ്, 40 ക്ലാസ് 2 ആണ്, 36 ക്ലാസ് 3 ആണ്. ട്രൂ ഓർ ഫോൾസിൽ ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ സെറ്റോസ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഡാറ്റ മുന്നേ കണ്ടപ്പോഴും സെറ്റോസ വളരെ എളുപ്പമായിരുന്നു സെപ്പറേറ്റ് ചെയ്യാനായിട്ട്. അതേ ലോജിക്ക് ഇവിടെയും നിങ്ങൾക്ക് കാണാം. ഈ ഒരു അൽഗോരിതത്തിനും പെട്ടെന്ന് സെറ്റോസനെ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പക്ഷേ മറ്റ് 2 അവിടെ കിടക്കുകയാണ്. അതിൻ്റെ ജീനി ഇൻഡെക്സ് എന്ന് പറയുന്നത് 0.499 ആണ്. ജീനി ഇൻഡെക്സ് കൂടുന്നതിനനുസരിച്ച് റാൻഡംനെസ് കൂടും. എന്ന് വെച്ചാൽ ക്ലാസിഫിക്കേഷൻ കൃത്യമല്ല എന്നുള്ളതാണ്. എത്രത്തോളം കുറയുന്നു അല്ലെങ്കിൽ ജീനി 0 ആവുക എന്നുള്ളതാണ് നമ്മുടെ ഒരു എയിം. അവിടെയാണ് നമുക്ക് കൃത്യമായിട്ട് സെപ്പറേറ്റ് ചെയ്തിട്ട് ഓരോ ക്ലാസ്സിനെയും കിട്ടുന്നത്. അപ്പോൾ അതിനുവേണ്ടി വീണ്ടും ട്രീ കണ്ടിന്യൂ ചെയ്യുന്നു. ഓരോ സെഗ്മെൻറ്റിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണാം ജീനി ഇൻഡെക്സ് കുറയുന്നുണ്ട്. അങ്ങനെ കുറഞ്ഞ് ലാസ്റ്റ് നിങ്ങൾക്ക് കാണാം 0 എന്ന് പറഞ്ഞാൽ ഇവിടെ ഡാറ്റ നിങ്ങൾക്ക് കൃത്യമായിട്ട് സെപ്പറേറ്റ് ചെയ്ത് കിട്ടുന്നുണ്ട്.
കൃത്യമായിട്ട് ഒരു ക്ലാസ്സേ ഉള്ളൂ, മറ്റ് 2 ക്ലാസ് 0 ആണ്. ഈ രീതിയിലാണ് ഡിസിഷൻ ട്രീസ് വർക്ക് ചെയ്യുന്നത്. അവസാനമായി നമ്മൾ ചെയ്യേണ്ടത് ഒന്ന് ആക്യുറസി പ്രിൻറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇവിടുത്തെ ആക്യുറസി 97.77 ആണ്. പിന്നീട് പുതിയതായിട്ട് ഒരു ടെസ്റ്റ് ഡാറ്റ കിട്ടുമ്പം അതെങ്ങനെ പ്രെഡിക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ മുന്നേ നമ്മൾ ഉപയോഗിച്ച അതേ ടെസ്റ്റ് ഡാറ്റ യൂസ് ചെയ്യാം. എന്നിട്ട് ഡിസിഷൻ ട്രീ എങ്ങനെയാണ് മറ്റ് അൽഗോരിതത്തിൽ നിന്നും വ്യത്യസ്തമായിട്ടാണോ ഡാറ്റയെ പ്രെഡിക്റ്റ് ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് സ്വയം ഇവാലുവേറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. സോ ഈ ഒരു ട്യൂട്ടോറിയൽ വളരെ ചെറുതാണ്, പക്ഷേ നിങ്ങൾ ഈ ഡാറ്റ ഗിറ്റ്ഹബ് ഒന്ന് ഡൗൺലോഡ് ചെയ്യുക, നിങ്ങളുടേതായ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത ക്ലാസ്സിൽ നമുക്ക് റാൻഡം ഫോറസ്റ്റ് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. എൻജോയ് ML learning.